നമസ്കാരം. നമ്മൾ ഇന്നലെ പ്രദ്യുമ്നൻ്റെ തിരിച്ചുവരവ്, ശ്രീകൃഷ്ണൻ്റെ ഭാര്യമാർ, സന്തതികൾ, അവരെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം നാരദ മഹർഷിക്ക് തോന്നുകയാണ് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ നേരിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. ഒരു സായാഹ്നത്തിൽ സന്ധ്യയ്ക്ക് നാരദ മഹർഷി ദ്വാരകയിൽ ചെന്നു ശ്രീകൃഷ്ണൻ എവിടെയാണ് എന്ന് അന്വേഷിക്കുക. അപ്പോൾ രുക്മിണീ ദേവിയുടെ മണിയറയിലുണ്ട് എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് അനുവാദപൂർവം മുനീന്ദ്രൻ ആ മുറിയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ അവിടെ വളരെ രമണീയമായിട്ടുള്ള, സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ, വളരെ മനോഹരമായിട്ടുള്ള മുറി. അവിടെ ഹംസതൂലിക മൃദു മെത്ത എന്നാണ് പറയുക. ഹംസത്തിൻ്റെ തൂവലുകൾ കൊണ്ട് ഉണ്ടാക്കിയ മൃദു കിടക്ക, അതിൽ കോമളരൂപനായിട്ടുള്ള ശ്രീകൃഷ്ണൻ രുക്മിണീ ദേവി ഒരുമിച്ച് വിശ്രമിക്കുകയാണ്. അപ്പോൾ നാരദ മഹർഷിയെ കണ്ടിട്ട് ശ്രീകൃഷ്ണനും രുക്മിണീ ദേവിയും എഴുന്നേറ്റ് അദ്ദേഹത്തെ ആദരപൂർവ്വം സൽക്കരിച്ചു. സുവർണ പീഠമൊക്കെ നൽകി കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അപ്പോൾ പറയാണ്, ദിവ്യാത്മാവായ അങ്ങ് ഈ സന്ധ്യാവേളയിൽ ഇങ്ങോട്ട് എഴുന്നള്ളാനുള്ള കാരണം എന്താ? ഭഗവാൻ ചോദിക്കുകയാണ്. അങ്ങയുടെ സന്ദർശനം കൊണ്ട് ഞങ്ങൾ ധന്യരായി, എങ്കിലും ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ വിരിഞ്ചതനയൻ, അതായത് നാരദ മഹർഷി വളരെ ഭക്തിപൂർവ്വം വിനയപൂർവ്വം പറഞ്ഞു, വിശേഷിച്ചൊന്നും ഉണ്ടായിട്ടല്ല, അങ്ങയെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ തൃക്കൺ പാർക്കാൻ വേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കൃഷ്ണൻ്റെ മുഖത്ത് ഒരു പൂനിലാവൊളി പരന്നു. മുനി അവിടുന്ന് യാത്രയും ചൊല്ലി രുക്മിണിയുടെ മുറിയിൽ നിന്ന് നേരെ പോയത് സത്യഭാമയുടെ മുറിയിലേക്കാണ്. അവിടെ കയറി ചെന്നു. അപ്പോൾ എന്താ കാണുന്നത്? അത്ഭുതം എന്നല്ലേ പറയണ്ടു. ഭഗവാൻ സത്യഭാമയെ ഒരുമിച്ച് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ നാരദരെ കണ്ടു. കൃഷ്ണനും ഭാമയും എഴുന്നേറ്റ് തൊഴുത് കൈവണങ്ങി ഉപചരിച്ച് അവിടെ വളരെ വിനയത്തോടു കൂടി അവിടെ ഇരുത്തി. മഹാമുനിയെ ഇപ്പോൾ ഇവിടെ കാണാനിടയായത് ഭാഗ്യം തന്നെ. ഞാനും ഭാമയും കൂടിയിട്ട് ചൂത് കളിക്കുകയായിരുന്നു. ഞാൻ കളവ് കാണിച്ചു എന്നും പറഞ്ഞിട്ട് ഭാമ എന്നെ ശകാരിക്കാൻ തുടങ്ങണ സമയത്താണ് അങ്ങയുടെ പ്രവേശനം. അപ്പോൾ അത് കേട്ടിട്ട് ഈ അത്ഭുതവും ഒക്കെ മറച്ചു വെച്ചിട്ട് നാരദ മഹർഷി പറഞ്ഞു, ഞാനായിട്ട് നിങ്ങളുടെ കളിക്ക് വിഘ്നം വരുത്തണില്ല. എന്നിട്ട് മഹർഷി അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്തത് ജാമ്പവതിയുടെ മണിമേടയിലേക്ക് ചെല്ലുക. അപ്പം എന്താ, അവിടെയുണ്ട് കൃഷ്ണൻ. അദ്ദേഹം അവിടെ ആയുധാഭ്യാസം ചെയ്യുകയാണ്. ജാമ്പവതി ഭഗവാന്റെ പ്രാണേശ്വരൻ്റെ ശരീരത്തിലെ വിയർപ്പുകൾ തുടച്ച് ഇങ്ങനെ വീശിക്കൊടുക്കുകയാണ്, പരിവീജനം ചെയ്യുക. ഭഗവാനെ എന്ന് നനച്ചുകൊണ്ട് നാരദർ അവിടെ നിന്നും നേരെ സത്യയുടെ അന്തപുര മണിമന്ദിരത്തിലേക്ക് ചെന്നു. അവിടെയും ഭഗവാനെ നാരദർ കണ്ടു. അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് ഒരുങ്ങാണ് അവിടെ. പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ സത്യ ഒരുക്കണുണ്ട്. ഉടനെ മുനി കാളിന്തിയുടെ മന്ദിരത്തിലേക്ക് ചെന്നു. അവിടെ ഭഗവാൻ എന്താ ചെയ്യണത്? കാളിന്തിയായിട്ട് കളിവർത്തമാനങ്ങൾ പറഞ്ഞ് രസിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ നാരദ മഹർഷിക്ക് ആകെ ചഞ്ചലത്വവും പരിഭ്രമവും അത്ഭുതവും ഒക്കെ അങ്ങോട്ട് വർദ്ധിച്ചു. അദ്ദേഹം ഉടനെ മിത്രവിന്ധ്യ, അങ്ങനെ ഒരു ഭാര്യയുണ്ടല്ലോ, മിത്രവിന്ധ്യയുടെ വിചിത്ര സൗധത്തിൽ ചെന്നു. അവിടെ നന്ദാത്മജൻ ഭഗവാൻ ആ സുന്ദരാംഗിയുടെ മടിത്തട്ടിൽ കിടന്ന് സുഖനിദ്ര ചെയ്യണു. നാരദർ അവിടെ നിന്നും വേഗത്തിൽ ലക്ഷ്മണയുടെ ഗൃഹത്തിൽ പോയി. അവിടെ നോക്കിയപ്പോഴോ ലക്ഷ്മണയും ഒരുമിച്ച് പക്ഷിവാഹനൻ സന്ധ്യാവന്ദനം ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട് മഹർഷി വര്യൻ പിന്നീട് ഭദ്രയുടെ ഗൃഹത്തിൽ പോയി നോക്കി. ഭഗവാനാണെങ്കിൽ അവിടെ ഹോമകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഭദ്രയാണെങ്കിൽ ഭക്തിപൂർവം ഹോമദ്രവ്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കണമുണ്ട്. ഈ 8 പത്നിമാരുടെ ഗൃഹത്തിലും ഒരേ സമയത്ത് ഈ വിധം വിവിധ ലീലകളാടുന്ന ഭഗവാന്റെ ജഗത്പതിയുടെ മായാവൈഭവം ഓർത്തിട്ട് പുളകിത ശരീരനായിട്ട് നാരദ മഹർഷി മറ്റ് വധുക്കളുടെ വസതികളിലേക്കും ചെന്ന് നോക്കി. 16,000 അംഗമാരുടെ മനോഹര മണിയറകളിലും ഈ ഭഗവാൻ
വളരെ സന്തുഷ്ടനായി പല കർമ്മങ്ങളും ചെയ്ത് അവരെ ആനന്ദിപ്പിക്കുന്നത് കണ്ടിട്ട് കമലാസനപുത്രൻ നാരദ മഹർഷി മുഖം കുനിച്ച് കൈ കൂപ്പി നിന്ന് വിചാരിച്ചു. എന്താ വിചാരിച്ചത്? ഭഗവാനെ കൃഷ്ണ, ചെന്താമര കണ്ണ, ലോകൈകനാഥനായ നിന്തിരുവടിയുടെ മായാവൈഭവം അത്യദ്ഭുതങ്ങളിൽ പരമാത്ഭുതം തന്നെ. നിന്തിരുവടി ഒഴിച്ച് മറ്റൊന്നും ഞാനിവിടെ കാണുന്നില്ല. സർവവും കൃഷ്ണമയം. നാരദർ ഉടനെ സഭാതലത്തിലേക്ക് ഓടി. അവിടെ എന്താ, ഭഗവാൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പം എന്താ അവിടെ കഥ? ഭഗവാൻ ജ്യേഷ്ഠനും ഒരുമിച്ച് അവിടെ മന്ത്രിമാരും ഒക്കെ ആയിട്ട് രാജഭരണ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അവിടെയും ഉണ്ട് കൃഷ്ണൻ. ഉടനെ ദേവകിയുടെ അന്തപുരത്തിൽ ചെന്ന് നോക്കുക. അവിടെ ഭഗവാൻ അമ്മയെ മധുര ഭാഷണം ചെയ്ത് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരദ മഹർഷി വിസ്മയ വിവശനായിട്ട് തിരിച്ചു വരുമ്പോഴോ കൃഷ്ണൻ ഒരിടത്ത് ഏകനായിട്ട് നിൽക്കുക. ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ കാണുക. നാരദർ ഓടി അവിടെ ചെന്ന് തൊഴുതു. അപ്പോൾ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഭഗവാൻ ചോദിക്കുക, എന്താ മഹാമുനെ, അങ്ങ് വന്നിട്ട് ഇതേവരെയും പോയില്ലേ? എവിടെയായിരുന്നു ഇത്ര നേരം? എവിടെയായിരുന്നു? ഭഗവാനെ വിശ്വമൂർത്തി, നിൻ തിരുവടിയുടെ വിസ്മയാവഹമായ മായാവൈഭവത്തിൽ അടിയൻ മയങ്ങിപ്പോയി. അടിയനെ അനുഗ്രഹിച്ച് ജ്ഞാനോദയം വരുത്തി തരണേ. അപ്പോൾ കമലദളനയനൻ ശ്രീകൃഷ്ണൻ കലിതമോദം അരുളി ചെയ്തു. സന്തോഷപൂർവം അരുളി ചെയ്യാണ്. കമലോദ്ഭവ നന്ദന ശ്രീ നാരദമുനെ, ഈ ലോകത്തിൻ്റെ ഉത്പത്തിക്കും നിലനിൽപ്പിനും നാശത്തിനും കാരണഭൂതൻ പ്രകൃതി പുരുഷനായ ഞാൻ മാത്രമാണ്. എൻ്റെ മായയാണ് ഈ പ്രപഞ്ചം. ഈ തത്വം അങ്ങ് ധരിച്ചുകൊണ്ട് പൊയ്ക്കോളൂ. അങ്ങയുടെ മായാവിഭ്രമങ്ങൾ അകന്നു പോവും. അങ്ങനെ നാരദരെ നരകാന്തകനെ വന്ദിച്ച യാത്ര ചൊല്ലി മറിഞ്ഞു. അങ്ങനെയുള്ള ഭഗവാനെ 16,008 ഭാര്യമാരും അവർക്ക് ഓരോരുത്തർക്കും 10-30 മക്കളും ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മായ എന്നല്ലാതെ, മായക്കളിയല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു. നിസ്സംഗനും നിത്യബ്രഹ്മചാരിയുമായിരുന്നു ഭഗവാൻ. ആ പരമരഹസ്യവും മഹായോഗികൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ അടുത്തത് സാമ്പൻ്റെ ബന്ധനാണ്. സാമ്പ ബന്ധനം, പിന്നെ വിവാഹം. സാമ്പൻ കൃഷ്ണൻ്റെ ഒരു പുത്രനാണ് അല്ലേ? ജാമ്പവതിയുടെയും ശ്രീകൃഷ്ണൻ്റെയും പുത്രനാണ് സാമ്പൻ. അപ്പോൾ ദുര്യോധനാദികൾ ഹസ്തിനപുരിയിലും ധർമ്മപുത്രാദികൾ ഇന്ദ്രപ്രസ്ഥത്തിലും വാഴുന്ന കാലമായിരുന്നു അത്. അങ്ങനെ ദുര്യോധനനൊരു പുത്രിയുണ്ട്, ലക്ഷണ എന്ന പേരിൽ. ആ കുട്ടിക്ക് വിവാഹപ്രായമെത്തി. അപ്പോൾ യോഗ്യനായിട്ടുള്ള ഒരു രാജകുമാരന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് കരുതിയിട്ട് ദുര്യോധനൻ ഒരു സ്വയംവര മഹോത്സവം അതിന് വട്ടം കൂട്ടുകയാണ്. അപ്പോൾ ക്ഷണപത്രിക മൂലം എല്ലാ രാജാക്കന്മാരെയും വലിയ വലിയ ആൾക്കാരെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. യാദവന്മാർ പാണ്ഡവരുടെ മിത്രങ്ങളാണെന്നുള്ള ധാരണയിൽ ദ്വാരകയിൽ ആരെയും ക്ഷണിച്ചില്ല. അപ്പോൾ ആരെയും ക്ഷണിച്ചിട്ടില്ല ദ്വാരകയിൽ. അപ്പോൾ സ്വയംവര ദിവസം രാജാക്കന്മാർ അവിടെ സന്നിഹിതരായി പന്തലിൽ യഥാസ്ഥാനങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ സാമ്പന് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഈ ഹസ്തിനപുരിയിൽ സാമ്പൻ വന്നു. അവൻ പ്രകൃതിയിലൊരു വികൃതിയാണ്. പല സമയങ്ങളിൽ ചപലനുമായിരുന്നു. കൃഷ്ണപുത്രനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അവൻ്റെ മാതാവിൻ്റെ അച്ഛൻ ഒരു വാനരനായതുകൊണ്ടായിരിക്കാം അങ്ങനെ. ജാമ്പവാൻ ഓർമ്മയുണ്ടല്ലോ. അവൻ അങ്ങനെയുള്ള ചപലതകൾ അതുകൊണ്ടായിരിക്കാം ഉണ്ടായത്. അപ്പോൾ യദുവംശനാശത്തിന് ആദികാരണഭൂതനും അവനാണ്. അത് നമുക്ക് പിന്നീട് പറയാം അതിനെക്കുറിച്ച്. അപ്പോൾ സ്വയംവരത്തിന് കന്യക മണ്ഡപത്തിൽ പ്രവേശിച്ച ഉടനെ വെറും കാണിയായിട്ട് നിന്നിരുന്ന സാമ്പൻ എന്താ ചെയ്തത്? വീണ്ടും വിചാരമൊന്നും കൂടാതെ മണ്ഡപത്തിൽ ചാടി ഇങ്ങോട്ട് കയറി ലക്ഷണയുടെ കരം ഗ്രഹിച്ചു പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ അവിടെ കൗരവ മുഖ്യരിൽ കുറേ പേര് ദുര്യോധനോട് പറയാണ്, കൗരവാധിപ, എന്തൊരു ധിക്കാരാണ് ഈ വികൃതിയായ ആ യാദവ ചെറുക്കൻ കാണിക്കുന്നത്. ഷഠന്മാരിൽ അഗ്രഗണ്യനാണ് ആ സാമ്പൻ. വൃത്തികെട്ട ചെറുക്കനാണ്. അവന് നമ്മുടെ കന്യകയെ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. പുകൾപ്പറ്റ നമ്മളെ എല്ലാവരെയും ധിക്കരിച്ച് അവൻ കന്യകയുടെ കരം ഗ്രഹിച്ചു പോകാൻ ഒരുങ്ങിയത് അഹങ്കാരമല്ലേ? വികൃതിയായ അവനെ വിടാൻ പാടില്ല. ഉടനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കണം. അതുതന്നെയാണ് ഇതിനുള്ള തക്ക ശിക്ഷ. അത് കേട്ട് യാദവന്മാർ യുദ്ധത്തിന് വരുമായിരിക്കും. വരട്ടെ, അവരുടെ സാമർഥ്യം കാണാലോ.
വലിയ പടയും യുദ്ധത്തിൽ നിപുണനായിട്ടുള്ള ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യർ, ശകുനി ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. തുടങ്ങിയ മഹാരഥന്മാർ നമുക്കുണ്ട്. നാം ആരെ പിന്നെ ഭയക്കേണ്ടത്? അങ്ങനെ നാഗധ്വജൻ ഉടൻ തന്നെ ഭടജനങ്ങളോട് കൃഷ്ണൻ്റെ മകനെ ബന്ധിക്കാൻ ആജ്ഞാപിച്ചു. അങ്ങനെ സമരചതുരനാണ്, യുദ്ധത്തിൽ പ്രാവീണ്യമൊക്കെ ഉണ്ട് സാമ്പൻ. അവരെ നിശ്ശേഷം തോൽപ്പിച്ചു. എങ്കിലും കൗരവ സൈന്യത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി യോദ്ധാക്കളുണ്ടല്ലോ കൗരവ സൈന്യത്തിന്. അവരൊക്കെ ആയിട്ട് ചേർന്ന യുദ്ധത്തിൽ ഒറ്റയ്ക്കാണ് സാമ്പൻ പോരാടുന്നത്. അപ്പോൾ പിന്നെ പരാജയപ്പെട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ. എങ്കിലും അനവധി കൗരവഭട ജനങ്ങളെ സാമ്പൻ കൊന്നൊടുക്കുന്നുണ്ട്. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ അവനെ പിന്നീട് ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ച് ഇടാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ കൽപ്പിച്ചു. സാമ്പൻ്റെ ഈ ബന്ധന വാർത്ത ഈ ത്രിലോക സഞ്ചാരിയാണല്ലോ നാരദർ, ആ നാരദരെ ദ്വാരകയിൽ അറിയിച്ചു. അത് കേട്ട് രോഷാകുലനായി തീർന്ന ഭഗവാൻ ചതുരംഗ സേനയോടും കൂടിയിട്ട് ഹസ്തിനപുരത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെടാൻ വേണ്ടിയിട്ട് യദുരാജനായ ഉഗ്രസേനനോട് അനുവാദമൊക്കെ വാങ്ങി. ആ സമയം ബലരാമൻ വിചാരിച്ചു, ഈ യുദ്ധം നടന്നാൽ ഹസ്തിനപുരം എന്ന നഗരം ഭൂമുഖത്ത് പിന്നെ കാണില്ല. അത്രയ്ക്ക് വൈരാഗ്യം, ദേഷ്യമൊക്കെ കൃഷ്ണനിപ്പോൾ ഉണ്ട്. യുദ്ധം ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. പോരെങ്കിലോ ഈ ദുര്യോധനായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടല്ലോ, ശിഷ്യനാണ്, ബലരാമൻ്റെ ശിഷ്യനാണ് ദുര്യോധനൻ. അപ്പം അതുകൊണ്ട് എൻ്റെ ശിഷ്യനായ ദുര്യോധനൻ അവർ തമ്മിൽ യുദ്ധമില്ലാതെ നോക്കേണ്ടത് എൻ്റെ കടമ കൂടിയാണ്. അപ്പം രമ്യമായിട്ടുള്ളൊരു സന്ധിയിൽ ഈ കാര്യം അവസാനിപ്പിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് വിചാരിക്കുകയാണ് ബലരാമൻ. അങ്ങനെ കൃഷ്ണനെ സമാധാനിപ്പിച്ചിട്ട് ബലരാമൻ ഉദ്ധവർ തുടങ്ങിയ ഏതാനും യോദ്ധാക്കളൊക്കെ ഒരുമിച്ച് രഥത്തിൽ കുരു രാജധാനിയിലേക്ക് തിരിച്ചു. പശ്ചിമ ഗോപുര ദ്വാരത്തിന് പുറത്തു നിന്നുകൊണ്ട് താൻ വന്നിരിക്കുന്ന വിവരം സുയോധനനെ ധരിപ്പിക്കാൻ ഉദ്ധവരെ ബലരാമൻ നിയോഗിച്ചു. ഗുരുവരനായ സീരായുധൻ, അതായത് ബലരാമൻ്റെ വരവറിഞ്ഞിട്ട് ദുര്യോധനൻ, കർണൻ, ശകുനി തുടങ്ങിയ മിത്രങ്ങളോടൊക്കെ കൂടിയിട്ട് ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ ഗുരുജനങ്ങളോടും കൂടി ആദരപൂർവ്വം ബലരാമനെ ചെന്ന് എതിരേറ്റ് സഭാതലത്തിൽ കൊണ്ടുവന്ന് പൂജ്യമായ ഇരിപ്പിടമൊക്കെ നൽകി ബഹുമാനിച്ചു ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് ശകുനി ചെവിയിൽ മന്ത്രിക്കുകയാണ്, ഈ ബലരാമൻ വന്നിരിക്കുന്നത് സൂത്രത്തിൽ സാമ്പനെ തട്ടിക്കൊണ്ടു പോകാനാണ്. കെണിയിലൊന്നും വീണേക്കരുത്, ഉറച്ചു നിന്നോളണം. അങ്ങനെ അമ്മാവൻ്റെ ഉപദേശം ഒക്കെ ശിരസാ വഹിച്ചു. എന്നിട്ട് ഈ ദുര്യോധനൻ ബലഭദ്രൻ്റെ മുന്നിൽ വന്ന് നിന്നു. എന്നിട്ട് സംഭാഷണം ആരംഭിക്കുകയാണ്. ദുര്യോധന, യദുവംശ രാജേന്ദ്രനായ ഉഗ്രസേനൻ്റെ ഒരു സന്ദേശവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബലരാമൻ പറഞ്ഞു തുടങ്ങുകയാണ്. പലരും ചേർന്ന് ഒരു ബാലനെ വഞ്ചിച്ച് ബലമായിട്ട് പിടിച്ച് ബന്ധിച്ച് കൗരവ കാരാഗൃഹത്തിലിട്ടിരിക്കുന്നത് ധർമ്മമല്ല. എങ്കിലും നാം തമ്മിലുള്ള സ്നേഹബന്ധത്തെ ആദരിച്ച് ഞാൻ സഹിക്കുകയാണത്. അപ്പോൾ ദുര്യോധനൻ അതിൻ്റെ ഇടയിൽ കയറി പുച്ഛത്തിൽ പറയുക, മതി, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് ആശ്ചര്യമാണ് തോന്നണേ. ഉഗ്രസേനൻ യദുവംശ രാജേന്ദ്രനോ? കഷ്ടം. ഈ പാദത്തിൽ ധരിക്കണ ഈ ചെരുപ്പ് രാജമൗലിയിൽ ചൂടുന്ന കിരീടമാണെന്ന് ഞാൻ സ്വയം പറയുന്നത് പോലെയാണ് നാം തമ്മിൽ അല്പം ബന്ധുത്വം ഉള്ളതുകൊണ്ട് ഉഗ്രസേനൻ്റെ രാജ്യത്തെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. യദുവംശത്തിൽ പിറന്ന ഉഗ്രസേനന് എങ്ങനെയാണ് രാജ്യത്വം ലഭിക്കുക? രാജാവല്ലാത്തവൻ രാജാവാണെന്ന് ഭാവിച്ചാൽ രാജാവാക്കൂ? അദ്ദേഹത്തിന് ആരാ ഈ രാജ്യത്വമൊക്കെ അനുവദിച്ചു കൊടുത്തത്? ദുര്യോധനൻ ചോദിക്കുകയാണ് ബലരാമനോടെ, ഈ യദുവംശത്തിൽ ആരെങ്കിലും എങ്ങനെയാണ് ഈ രാജാവാവുക? ശാപം കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? യദുവംശത്തിന് യയാതിയുടെ കഥ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കഥയാണ്. അറിയാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അപ്പോൾ ആ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ രാജ്യത്വമൊക്കെ കിട്ടിയതെന്ന്. ഞങ്ങളുടെ ദാക്ഷിണ്യം കൊണ്ട് യാദവന്മാർക്ക് രാജചിഹ്നങ്ങളായിട്ടുള്ള കുട, തഴ, ആലവട്ടം, മഞ്ചാമരമൊക്കെ ലഭിച്ച് ഇതെല്ലാം സ്വയം അറിഞ്ഞു വെച്ചുകൊണ്ട് രാജേന്ദ്രനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് വന്നാൽ അതൊക്കെ അടക്കി താഴെ വെപ്പിക്കാനും ഞങ്ങൾക്കറിയാം. രാജവംശജരാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ ഒരു രസമുണ്ട്. ഈ രാജാക്കന്മാരല്ലാത്തവരെ ഇത്തരം ഡമ്പ് പറഞ്ഞാൽ അത് വകവെച്ച് തരാൻ ഒരു കുഞ്ഞു പോലും കാണില്ല.
നിങ്ങളുടെ സാമ്പനെ ഞാൻ കാരാഗൃഹത്തിൽ പിടിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ വിട്ടുതരാൻ ഉദ്ദേശിക്കണില്ല. അവനെ മോചിപ്പിക്കാൻ ഉഗ്രസേനൻ രാജാവാണെന്ന് ഭാവിച്ച് അഹങ്കാരത്തോടെ പടയുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ നല്ല പാഠം പഠിച്ച് തിരിച്ചു പോവുകയുള്ളൂ. ഭീഷ്മ, ദ്രോണ, കർണ, ശല്യാദികൾ ഇവിടെ ഉള്ള കാലത്തോളം ഉഗ്രസേനന് ഇവിടെ വന്ന് ജയിച്ചു പോകാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇന്ദ്രപ്രസ്ഥത്തിലെ ധർമ്മപുത്രർ നിങ്ങളെ പേടിക്കും. നിങ്ങളുടെ രാജ്യത്വം വകവെച്ച് തരുവും ചെയ്യുമായിരിക്കും. മറ്റാരും അങ്ങനെ വകവെച്ച് തരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കേട്ടിട്ടോ ബലരാമൻ്റെ മുഖം ശോണവർണ്ണായി. ഹൃദയത്തിൽ കോപാഗ്നി ഇങ്ങനെ ആളി കത്തുകയാണ്. അദ്ദേഹം വിചാരിക്കുകയാണ്, അഹങ്കാരം കൊണ്ട് മതോന്മത്തനായിട്ടിരിക്കണ ഇവൻ്റെ മുന്നിൽ തത്വോപദേശം വിലപ്പോകില്ല. ഇവനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട കൃഷ്ണനെ പിന്തിരിപ്പിച്ചിട്ട് സമാധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പോന്ന ഞാനിപ്പോൾ വിഡ്ഢിയായി. ഇവനുമായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ അതും എനിക്കൊരു കുറവാണ്. കാരണം ശിഷ്യനാണല്ലോ. ആയതിനാൽ കുറച്ചുകൂടി ക്ഷമ അവലംബിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടി ക്ഷമ കാണിക്കുക. എന്നിട്ട് അല്പം പരിഹാസ സ്വരത്തിൽ ദുര്യോധനോട് ചോദിക്കുകയാണ്, ഹേ ദുര്യോധന മഹാരാജാവേ, രാജേന്ദ്ര മകുട അലങ്കാരമേ, യദുവംശത്തിന് രാജത്വമില്ലെന്ന് അങ്ങ് പറഞ്ഞത് ഏത് ന്യായം വെച്ചുകൊണ്ടാണ്? എന്തടിസ്ഥാനത്തിലാണ്? പൂർവിക പിതാവായ യയാതി പറഞ്ഞതാണോ അങ്ങയുടെ പ്രമാണം? മാഹിഷ്മതി മന്നവ ശിഖാമണിയായിരുന്ന കാർത്തവീര്യ അർജുനൻ യദുവംശജൻ അല്ലായിരുന്നോ? വൃഷ്ണി ആരായിരുന്നു? അന്ധക ആരായിരുന്നു? ആഹുക ആരായിരുന്നു? ഈ വൃഷ്ണികൾ ചെരുപ്പുകളും നിങ്ങൾ രാജകിരീടങ്ങളുമാണ് അല്ലേ? ഇന്ദ്രലോകത്ത് നിന്നും സുധർമ്മയും പാരിജാതവും വരുണനിൽ നിന്നും ശ്വേത അശ്വങ്ങളും ലഭിച്ച ഉഗ്രസേനൻ രാജാവല്ല അല്ലേ? ഈ ലോകത്തിൽ സർവോന്നതമായ സുധർമ്മ എന്ന നാഗസഭാതലം, അതായത് സ്വർഗത്തിലെ സഭാതലം ലഭിച്ച വേറെ ഏതെങ്കിലും ഒരു രാജാവുണ്ടോ? എന്നിട്ടും ഉഗ്രസേനൻ ചെരുപ്പ്. കൗരവരായ നിങ്ങൾ രത്നകിരീടം ചൂടുന്ന രാജപുങ്കവന്മാരും. നിങ്ങളുടെ ഉദ്ഭവം ആലോചിച്ചാൽ നിങ്ങൾക്ക് രാജ്യത്വമുണ്ടോ? നിങ്ങൾ വെറും ഹീനജാതിക്കാരല്ലേ? നിന്റെ രാജ്യവും രാജധാനിയും എവിടെ കിടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ക്ഷമ വെടിഞ്ഞ് ഉഗ്രകോപത്തോടെ ബലരാമൻ എഴുന്നേറ്റ് തൻ്റെ ആയുധം, എന്താ കലപ്പ അല്ലേ, സീരായുധം, അതിൻ്റെ അഗ്രം അസ്തിനപുരത്തിനെ ഊന്നി കൊളുത്തിയിട്ട് അതിശക്തമായിട്ടൊന്ന് വലിച്ചു. അപ്പോഴത്തേക്ക് അത് ജാഹ്നവിയിലേക്ക്, ഗംഗയിലേക്ക് വീഴാനായിട്ട് ചെരിഞ്ഞു. അതുകണ്ട് പുരവാസികൾ അപാലവൃദ്ധം പരിഭ്രമിച്ച് കൂട്ട നിലവിളിയായി. സർവ്വജനങ്ങളും സംഘർഷണൻ്റെ ബലരാമൻ്റെ പാദങ്ങളിൽ വീണ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് സങ്കടത്തോടെ അപേക്ഷിക്കുക. ഭീഷ്മർ നീലാംബരൻ്റെ, അതായത് ബലരാമൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് അഹങ്കാരികളുടെ അപരാധം കാരുണ്യപൂർവ്വം ക്ഷമിച്ച് മാപ്പ് നൽകണേ എന്ന് അഭ്യർത്ഥിച്ചു. രാമൻ ശാന്തനായിട്ട് ഈ പുരവും സീരവും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തി. എങ്കിലും ഹസ്തിനപുരം ഗംഗയിലേക്ക് അല്പം ചെരിഞ്ഞു നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധി വിവേകമൊക്കെ തിരിച്ചു കിട്ടിയ സുയോധനൻ തൻ്റെ സർവ്വ അപരാധങ്ങളും പുറത്ത് തനിക്ക് മാപ്പരുളണം എന്ന് അപേക്ഷിക്കുകയാണ് ഗുരുനാഥനോട്. പാദപത്മങ്ങളിലൊക്കെ വീണ് നമസ്കരിച്ചു. അനന്തരം പുത്രിയെയും സാമ്പനെയും ഒക്കെ അവിടെ കൊണ്ടുവന്നു ബലരാമനെ അവിടെ തിരുമുൽക്കാഴ്ചയായിട്ട് സമർപ്പിച്ചു. 12,000 ഗജവീരന്മാരും 10,000 അശ്വങ്ങളും കനകമയ രമണീയങ്ങളായിട്ടുള്ള 6,000 രഥങ്ങളും 8 ഭാരം സ്വർണ്ണരത്നാദികളും മകളോടുള്ള വാത്സല്യത്തിൻ്റെ പേരിൽ കന്യാധനായിട്ട് നാഗധ്വജൻ സുയോധനൻ നാഗാംശജാതന്, അതായത് ബലരാമന് ദാനം ചെയ്തു. അത് ഒക്കെ സ്വീകരിച്ച് സന്തോഷപൂർവ്വം ലക്ഷണയോടും സാമ്പനോടും കൂടി ബലഭദ്രൻ ആമോദാനന്ദ സമന്വിതം ദ്വാരകയിലേക്ക് തിരിച്ചു. ഒരു വലിയ ഘോഷയാത്രയായിട്ട് ദുര്യോധനനും പരിവാരങ്ങളും അവരെ അനുഗമിച്ചു. അതാണ് ലക്ഷണ സാമ്പന്മാരുടെ വിവാഹം. വളരെ ആഡംബരപൂർവ്വം ദ്വാരകയിൽ വെച്ചിട്ട് അത് ആഘോഷിക്കപ്പെട്ടു. പിന്നീട് അപ്പോൾ താൻ ദുര്യോധനനുമായിട്ട് സമരം ചെയ്ത് അവനെ വധിച്ചാലേ ഭാവിയിൽ നടക്കേണ്ടതായിട്ടുള്ള ഭാരതയുദ്ധം പിന്നെ നടക്കില്ല. ആ യുദ്ധം നടക്കണം, അത് അനിവാര്യമാണ്. അനവധി ദുഷ്ടന്മാരുടെ നിഗ്രഹത്തിനുള്ള
ഒരു സംഗ്രാമമാണത്, യുദ്ധമാണത്. അതിൻ്റെ സൂത്രധാരത്വം വഹിക്കേണ്ടതും താനാണ്. ഈ വിധമുള്ള ചിന്തകളാലാണ് ഭഗവാൻ ജ്യേഷ്ഠൻ്റെ വാക്കുകളെ അനുസരിക്കുന്നു എന്ന ഭാവത്തോടെ ശാന്തത കൈവരിച്ചത്. ദുര്യോധനൻ്റെ അഹങ്കാര ജടിലമായ ദുർഭാഷണം വർത്തമാനം കേട്ടിട്ട് ക്ഷിപ്രകോപിയായ ബലരാമനും തൻ്റെ ക്രോധം അടക്കി യുദ്ധം കൂടാതെ മറ്റു വിധത്തിൽ അവനെ ഭീഷണിപ്പെടുത്തിയതും ഒക്കെ ആ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത്രമാത്രം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.